ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ടോപ്പിൽ നിന്ന് അളവെടുത്ത് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു കുർത്തി തയ്ക്കാന്നാട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ അളവുകളൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ 2-3 പേര് അതിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ലീവിൻ്റെ വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് സ്ലീവിൻ്റെ അളവെടുക്കുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്ലീവിൻ്റെ മാത്രം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ടോപ്പിൻ്റെ ലെങ്ത് ആണ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ നല്ലപോലെ ടോപ്പ് അയൺ ചെയ്യണം. അയൺ ചെയ്തിട്ട് ഇതേപോലെ നന്നായിട്ട് നിവർത്തിയിടുക. ചുളുക്കൊന്നും ഉണ്ടാവരുത്. നന്നായിട്ട് നിവർത്തിയിടുക. അതിനുശേഷം നമ്മുടെ ഷോൾഡർ കണ്ടോ, കറക്റ്റ് ഷോൾഡർ ഇവിടെ ഉണ്ട്. ഷോൾഡറിൻ്റെ അടുത്തുനിന്ന് കറക്റ്റായിട്ട് പിടിക്കുക. ഷോൾഡറിന് സ്ലോപ്പ് ഉള്ളതാ. അപ്പം നമ്മൾ ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് വേണം നമ്മൾ പിടിക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് നേരെ താഴെ വരെ. ഇതിപ്പോൾ എൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 39 ആണ്. അപ്പോൾ ഇത് 39 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പും മേളിൽ ഷോൾഡറും അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ലെങ്ത്ത് കുറയും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ 39 നമുക്ക് ലെങ്ത്ത് കിട്ടിയേക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ +1.5, അതായത് ഈ 1.5 ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേളിൽ ഷോൾഡർ തയ്ക്കുമ്പോൾ ഒരു അരയിഞ്ച് പോകും. അതുപോലെ നമ്മുടെ ഇവിടെ താഴെ മടക്കി തയ്ക്കുമ്പോൾ ഈ പോർഷൻ നമ്മൾ തയ്ക്കുമ്പോൾ ഇവിടെ ഒരു 1 ഇഞ്ച് പോകും. അതാണ് നമ്മൾ 1.5 എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ടോട്ടൽ വരുന്ന ലെങ്ത് എന്ന് പറയുന്നത് 40.5 ഇഞ്ചാണ്. 39 ആയിരുന്നു നമുക്ക് അളവെടുത്തപ്പോൾ കിട്ടിയത്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ആഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് 40.5 കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൂസാണ്. അതായത് ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലപോലെ അയൺ ചെയ്യണം. അയൺ ചെയ്താൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുണ്ടോ, ഈ 2 പോയിന്റും കറക്റ്റാണ്. നേരെ നമ്മളിങ്ങനെ പിടിക്കുക. നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ കൈക്കുഴിയുടെ ഈ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഈ ജോയിൻറ്റ് വരെ എനിക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, 20.5 എനിക്ക് വരുന്നത്. അത് കറക്റ്റ് 20.5 ആട്ടോ. കണ്ടോ, 20.5. അപ്പം നമ്മൾ ഇതിൽ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 20.5 പ്ലസ് തയ്യൽ തുമ്പ് 1.5. ഈ തയ്യൽ തുമ്പ് എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ 20.5 എടുത്തത് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തയ്യൽ തുമ്പ് എടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചുരിദാറിൻ്റെ ഇതാ ഇവിടെ ഒരു ഷേപ്പ് വന്നേക്കുന്നുണ്ടോ, ഈ ഒരു ഷേപ്പ് വന്നേക്കുന്ന പോർഷൻ കണ്ടോ. അപ്പം ഇതിൽ ഇപ്പം ഞാൻ എടുക്കുന്ന സമയത്ത് ഷോൾഡറിൽ നിന്ന് കണ്ടോ, ഷോൾഡറിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. എന്താ ഷോൾഡറിൽ നമ്മൾ നേരെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് എനിക്ക് 13.5 എടുക്കുന്നത്. അതായത് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പില്ലാതെയാണ് ഞാൻ 13.5 എടുക്കുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പും കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് 14 കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോണം. പിന്നെ ഞാൻ വളരെ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 13.5, അതായത് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഇല്ലാതെ ഞാൻ 13.5 എടുക്കുന്നത്. അതുകൊണ്ടാണ്. ഹൈറ്റ് കൂടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 14, 14.5 വരെ വരും കേട്ടോ. അപ്പോൾ എൻ്റേത് 13.5 അപ്പോൾ 13.5 വണ്ണം നമ്മൾ എടുക്കണം. അത് നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാർക്കൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ ഒന്ന് ചോക്ക് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ അതാ ഇവിടുത്തെ വണ്ണം എടുക്കുവാണ്. എൻ്റെ ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 17.5 കണ്ടോ, കറക്റ്റ് 17.5. അപ്പം നമ്മൾ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ വണ്ണം 17.5 പ്ലസ് നേരത്തെ മാർക്ക് ചെയ്തതുപോലെ തന്നെ 1.5. അപ്പം നമുക്ക് ഇപ്പം ലെങ്ത്ത് കിട്ടി, ലൂസ് കിട്ടി, വേസ്റ്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലിറ്റിൻ്റെ ലെങ്ത്തും സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണവുമാണ് വേണ്ടത്. അപ്പം വീണ്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ പിടിക്കുക.
എന്നിട്ട് അപ്പം ദാ ഇവിടെ സ്ലിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ബോർഡർ വെച്ചേക്കുന്ന ഇവിടെ നല്ല സ്ലിറ്റ്, അതിൻ്റെ താഴേന്നാ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പം എന്താ നമുക്കിത് കാണുന്നില്ല, നമുക്കത് അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാണാൻ പറ്റും. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളിതാ ഒരു സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ? സ്കെയിൽ വെക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ? അപ്പോൾ എത്രയാണ്? 19. എൻ്റെ സ്ലിറ്റ് എന്ന് പറയുന്നത് 19ആണ്. അപ്പം മേളിൽ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ഷോൾഡറിൻ്റെ, അത് മറന്നു പോകരുത്, സ്ലിറ്റ് ഇടുമ്പോൾ മേളിൽ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് എടുത്തോണം. അപ്പം നമുക്ക് കിട്ടിയത് 19 പ്ലസ് അര. അപ്പോൾ എത്രയാണ്? 19.5. അതായത് മേളിൽ അരയിഞ്ച്, ഷോൾഡർ തയ്യൽ തുമ്പ് മടങ്ങി പോകുന്നത് കൊണ്ട് കേട്ടോ. ഇത് നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത് ആണ് നമ്മൾ എടുത്തേക്കുന്നത് 19.5. അപ്പോൾ ഇനി നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂസ് കേട്ടോ, സ്ലിറ്റിൻ്റെ ലൂസാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ കണ്ടോ ഓപ്പൺ വരുന്ന പോർഷൻ കണ്ടോ, ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കാം. ഇതാ ഇതേപോലെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതേപോലെ എടുക്കുക. കണ്ടോ? കണ്ടോ? അപ്പോൾ സ്ലിറ്റ് എത്രയാണ്? 20.5. 20.5 എൻ്റെ സ്ലിറ്റ് വന്നിരിക്കുന്നത്. കറക്റ്റ് നമ്മുടെ ചെസ്റ്റ് വന്നിരിക്കുന്നത് 20.5. സെയിം എൻ്റെ സ്ലിറ്റ് വന്നിരിക്കുന്നതും 20.5. സ്ലിറ്റിൻ്റെ ലൂസ് വന്നിരിക്കുന്നത് 20.5. 20.5 കൊടുത്തു. ഇതിൻ്റെ കൂടെ നമ്മളിവിടെ 1.5 കൊടുത്തതുപോലെ നേരെ എടുത്ത് 1.5 കൊടുക്കരുത്, പ്ലസ് 1 വേണം കൊടുക്കാനായിട്ട്. തയ്യൽ തുമ്പ് 1 മാത്രം മതി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അകത്ത് മടക്കി തയ്ച്ചു പോകുന്നതാണ്. 1.5 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വീതി കൂടേണ്ടി വരും, ഇവിടെ കട്ടി കൂടേണ്ടി വരും. അതുകൊണ്ട് 1 ഇഞ്ച് മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറാണ്. അപ്പം നമ്മൾ ഷോൾഡർ എടുക്കാനായിട്ട് ഇതിങ്ങനെ വളച്ചോ തിരിച്ചോ ഒന്നും ഇട്ടിട്ട് നമ്മൾ എടുക്കരുത്. നമ്മൾ ഷോൾഡർ എടുക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ ഈ ടോപ്പ് എടുക്കുന്ന സമയം നമ്മൾ നന്നായിട്ട് അയൺ ചെയ്യുക. അയൺ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ടോപ്പ് എടുക്കാനായിട്ട്. ഇവിടെ ഇതിങ്ങനെ വെച്ചിട്ടോ ഒന്നും എടുക്കരുത്. ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇടുക. ടോപ്പ് ഇങ്ങനെ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നല്ല വിരിച്ചിടുക. വിരിച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ടാ നമ്മളിതാ ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ എത്രയാണെന്ന് നോക്കുക. കണ്ടോ? 13.5 എനിക്ക് കിട്ടിയേക്കുന്നത്. ഇത് കണ്ടോ? 13.5. അപ്പോൾ ഇവിടെ തയ്ക്കാനായിട്ട് കൈ സ്ലീവ് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ 1/4 ഇഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ ആ 1/4 ഇഞ്ചും 1/4 ഇഞ്ചും കൂടി വരുമ്പോൾ 1/2 ഇഞ്ച് വരും. അപ്പോൾ ആ 13.5 പ്ലസ് 1/2 ഇഞ്ച് വരുമ്പോൾ നമുക്ക് 14 കിട്ടും. അപ്പോൾ നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ഷോൾഡർ 14. ഷോൾഡർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം, ബാക്ക് നെക്കിൻ്റെ ഇറക്കം. നമ്മൾ ഷോൾഡർ കൃത്യമായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കഴുത്തിൻ്റെ ലൂസ് ഇത് അകലം എടുക്കണ്ടേ എന്ന് വിചാരിക്കും. നമുക്ക് ഷോൾഡർ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ എടുക്കാൻ ഒരു സിമ്പിൾ ട്രിക്കുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് നമ്മുടെ ഇത് വെച്ച് കൊടുത്ത് നോക്കുകയാണ് ഈ നെക്കിൻ്റെ പോയിന്റ് എത്രയാണെന്ന്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 5.5. കണ്ടോ? കറക്റ്റ് 5.5 എൻ്റെ നെക്ക്. കൂടുതലും കുറവോ ഒന്നുമില്ല കേട്ടോ. അപ്പം നമ്മളിവിടെ മേലിൽ ഷോൾഡർ ഉണ്ട്. ഷോൾഡർ അടിക്കണം 1/2 ഇഞ്ചിൻ്റെ. അപ്പോൾ 5.5 പ്ലസ് 1 6. 6 വേണം നമ്മുടെ നെക്ക് എടുക്കാനായിട്ട്. എന്നാലേ നമ്മളിത് തയ്ച്ച് വരുമ്പോൾ ഈ മേളിലത്തെ ജോയിൻ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച്. ഇനി നേരെ നമ്മൾ ബാക്ക് നെക്ക് എടുക്കുക. ബാക്ക് നെക്ക് ഞാൻ വളരെ ചെറുതായിട്ടാട്ടോ കണ്ടോ, വളരെ ചെറുതായിട്ടാണ് ബാക്ക് നെക്ക് ഇടുന്നത്. ഇതാകെ ഒരു 1.5 2 അകത്തേ കാണത്തുള്ളൂ. കണ്ടോ? 1.5, അതിൽ കൂടുതലൊന്നുമില്ല. 2 പോലും കാണത്തില്ല. ഇത് കണ്ടോ? 2 പോലും വരത്തില്ല. ഒരു 1.5 വരത്തുള്ളൂ. 1.5 1.25. അപ്പോൾ ഇതേപോലെ നേരെ നിവർത്തിയിടുക. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നേരെ ഇതിങ്ങനെ നിവർത്തിയിടുക. നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ വേണമെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തിരിച്ചിടുക. നമ്മൾ ഫ്രണ്ട് എടുത്തതുപോലെ തന്നെ ഇത് നേരെ നെക്ക് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു നോക്കുക. കണ്ടോ? 1.5 ഇഞ്ചേ ഉള്ളൂ. വെറും 1.5 ഇഞ്ചാണ്. അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് എഴുതാം 1.5 ഇഞ്ച്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ കൂടെ എന്താ ചെയ്യേണ്ടേ? മേളിൽ ഷോൾഡറിൻ്റെ 1/2 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 2 ഇഞ്ച്. ബാക്ക് നെക്ക് 2 ഇഞ്ച്.
ഇതിൻ്റെ ഒന്നും ഇനി എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല, കാരണം നമ്മളെല്ലാം ചേർത്താണ് എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ആം ഹോളാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് ഇതെടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരെ ഷോൾഡറിൻ്റെ ഷോൾഡറിൻ്റെ ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുക്കുക. കറക്റ്റ് സ്ട്രെയിറ്റിലോട്ട് താഴോട്ട് വയ്ക്കുക. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ ഇവിടെ ഇരിക്കുന്നത് കണ്ടോ, ഈ ഒരു കർവ് കണ്ടില്ലേ നിങ്ങൾ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് നന്നായിട്ട്? അപ്പോൾ ഈ ഒരു കർവ്, അപ്പോൾ അത് ഈ ഒരു പോയിന്റ് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ തൊട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു സ്കെയിൽ വെച്ച് നോക്കിയാലും മതി കേട്ടോ. സ്കെയിൽ വെച്ചോ ഒക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ എനിക്കിത് കറക്റ്റ് 5.5 കറക്റ്റ് 5.5. അപ്പോൾ ഈ 5.5യുടെ കൂടെ എന്താ മാർക്ക് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഷോൾഡറിൻ്റെ അകത്ത് അടിച്ചു പോയിട്ടുള്ള പീസുണ്ട്, അടിച്ച് പോയേക്കുന്ന 1/2 ഇഞ്ച് പീസുണ്ട്, അതും കൂടി ചേർത്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ആം ഹോൾ എന്ന് പറയുന്നത് നമുക്ക് 6 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ആം ഹോളും കിട്ടി. ഇനി നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുന്നത്, ഇവിടെ ഒരു ചെറിയ പഫുള്ള സ്ലീവ് ആട്ടോ. കണ്ടോ, വളരെ ചെറിയ ഒരു പഫുള്ള സ്ലീവ്, ഒരുപാട് പഫൊന്നുമില്ല, ഒരു ചെറിയൊരു പഫുള്ള സ്ലീവാണ്. അപ്പം ഞാൻ ആ പഫ് സ്ലീവിനെ നേരെ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ പഫിലോട്ട് ചേർന്നൊന്നും എടുക്കണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് വന്നിട്ട് നമ്മൾ അളവെടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ 12.5, നമുക്ക് 12.5 കിട്ടി. അപ്പോൾ ഇതിൻ്റെ 2.5 ഇഞ്ചെന്ന് പറയുന്നത് ഈ പഫിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ബാക്കി 10 ഇഞ്ചാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. സ്ലീവ് 10 ഇഞ്ചും മേളിലോട്ടുള്ള പഫ് 2.5 ഇഞ്ചുമാണ്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പഫുള്ള സ്ലീവാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ 10 2.5 സെപ്പറേറ്റ് മാർക്ക് ചെയ്തിരുന്നാൽ മതി. നോർമൽ സ്ലീവാണ് നമ്മൾ തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇത് 10 ഇഞ്ചാണ്. അതല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത്രയുള്ള സ്ലീവല്ല, നിങ്ങളുടെ ടോപ്പിൻ്റെ ഏത് അളവാണോ അത് ലെങ്ത്ത് ഇതേപോലെ എടുക്കുക കേട്ടോ. നോർമൽ സ്ലീവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഇങ്ങനെ അങ്ങ് പഫില്ലാത്ത സ്ലീവിൻ്റെ കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ടോ 12.5 നമുക്ക് വരുന്നത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ അല്ലാതെ പിടിച്ച് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് പഫുള്ള സ്ലീവ് തന്നെ സ്റ്റിച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ പഫ് ആയതുകൊണ്ട് ഞാൻ ഇനി സ്റ്റിച്ച് ചെയ്യുന്നതിന് 3 ഇഞ്ചാണ് ഞാൻ കൂട്ടിയിട്ട് കൊടുക്കുന്നത്. കാരണം എനിക്ക് ഒരു ഇച്ചിരി നല്ല പഫായിട്ട് നിൽക്കണം. അതുകൊണ്ട് ഞാനൊരു 3 ഇഞ്ച് ഞാൻ എക്സ്ട്രാ പഫിനിട്ട് കൊടുക്കുക കേട്ടോ. ഇത് പഫിനുള്ളതാണ് 3 ഇഞ്ച്. ഇനി വേണ്ടത് നമുക്ക് സ്ലീവിൻ്റെ വണ്ണമാണ് വേണ്ടത്. അപ്പോൾ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് ഞാൻ സെയിം ഇത്രയും ഉള്ള സ്ലീവ് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ വണ്ണം എടുക്കുമ്പോൾ ഇങ്ങനെയോ ക്രോസിനോ ഒന്നും നമ്മൾ പിടിക്കരുത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇച്ചിരി ചരിച്ചോ ഒന്നും പിടിക്കരുത്. ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഇത് കണ്ടോ, നമ്മുടെ ഈ ജോയിൻറ്റ് വരുന്ന ഈ പോയിൻ്റ് കണ്ടല്ലോ, ഈ പോയിൻറ്റിൽ നിന്ന് ഇതിങ്ങനെ വലിയത്തില്ല. കണ്ടോ, ഇതിങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത്. ഇതിങ്ങനെ കറക്റ്റായിട്ട്, അത് ഇങ്ങനെ ഒന്നും പിടിക്കരുത്. ഒരു ചെറുതായിട്ട് ഇങ്ങനെ മേളിലോട്ട് പിടിച്ചാൽ പോലും ഇതിൻ്റെ അളവിൽ മാറ്റം വരും. ഇത് കണ്ടോ, ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ഇങ്ങനെ വന്നാൽ പോലും ഇതിൻ്റെ അളവിന് മാറ്റം വരും. ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പിടിക്കണം. കണ്ടോ, ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അളവെടുക്കുക. 6.75. എൻ്റെ സ്ലീവ് എല്ലാം 6.75, കറക്റ്റ് 6.75. കണ്ടോ, 6.75. അപ്പോൾ സ്ലീവിൻ്റെ മുകളിലെ വണ്ണം നമുക്ക് വരുന്നത് 6.75 പ്ലസ് 1.5. ഈ 1.5 എന്താണെന്ന് മറന്നിട്ടില്ലല്ലോ. കാരണം നമ്മൾ മുകളിൽ എല്ലാം നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട്. 1.5 ഇഞ്ച് നമ്മളെല്ലാം എക്സ്ട്രാ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ സ്ലിറ്റിന് മാത്രമാണ് നമ്മൾ 1 ഇഞ്ച് കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തയ്യൽത്തുമ്പോൾ 1.5 തന്നെ കൊടുക്കണം. 1.5 2 കൊടുക്കാം, 1.5 മതി. കാരണം കൂടുതൽ തുണി ഉള്ളിൽ കിടന്നാലും നമ്മുടെ ആ ഒരു ടോപ്പ് അത്ര വലിയ ഭംഗിയായിട്ട് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. നമ്മളിനി അടുത്ത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നമ്മുടെ സ്ലീവിൻ്റെ താഴെ ഇവിടെ എത്ര വരും എന്നുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കുക. എനിക്ക് വന്നേക്കുന്നത് 4.75.1 ആട്ടോ. 4.75.1 ഇത്രയും മതി. കണ്ടോ, കറക്റ്റാണത്. കാരണം 5 വന്നിട്ടില്ല. 4.75.1 തന്നെയാണ്. 5ലോട്ട് അത് എത്തിയിട്ടില്ല. അപ്പോൾ സ്ലീവിൻ്റെ ലൂസ് അടുത്തത് 4.75.
0.1. ഈ 4.25.1 നമ്മൾ എടുത്തേക്കുന്നത് 10 ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവിനാണ്. 10 ഇഞ്ച് ലെങ്ത്തുള്ള സ്ലീവിൻ്റെയാണ് 4.25 വന്നേക്കുന്നത്. ഇത് 5 ഇഞ്ചാണെങ്കിൽ 4.25 അല്ല, 5 ഇഞ്ചിൽ ഇപ്പം ഇത് 10 ഇഞ്ച് സ്ലീവ് അല്ലേ, മേളിലോട്ട് പഫിൻ്റെ കിടക്കുക. അപ്പം ഞാൻ എന്താ 5 ഇഞ്ചിൻ്റെ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 ഇഞ്ച്, ഇത് 10 ഇഞ്ച് ആയതുകൊണ്ട് 5 ഇഞ്ച് കുറയ്ക്കുന്നു. അപ്പം 5 ഇഞ്ചിൻ്റെ സ്ലീവ് ആണെങ്കിൽ ഇവിടെയാണ് വരുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ വണ്ണം മാറി, കണ്ടോ? ഇതിൻ്റെ വണ്ണം 6.1 ആണ് 5 ഇഞ്ചിൻ്റെ സ്ലീവ് ആണെങ്കിൽ. ഇത് ഞാൻ 10 ഇഞ്ചിൻ്റെ സ്ലീവ് ആയതുകൊണ്ടാണ് ആ സ്ലീവിൻ്റെ അറ്റത്തെ വണ്ണം വരുന്നത് 4.25 കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, നെക്കിൻ്റെ അകലം എടുത്തില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. അത് മാർക്ക് ചെയ്യാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഷോൾഡർ എത്രയാണ്? നമുക്ക് ടോട്ടൽ ഷോൾഡർ വന്ന എത്രയാണ്? 14 ഇഞ്ച്. ഈ 14 ഇഞ്ചിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ ടോട്ടൽ ഷോൾഡർ എന്ന് പറയുന്നത് ഫുൾ ഷോൾഡറാണ്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 ആണ്. 7 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 7 ഇഞ്ചിൻ്റെ നമ്മൾ എടുക്കുക. 7 ഇഞ്ച് നമ്മളിപ്പോൾ ഇങ്ങനെ, അത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ നീട്ടി പറഞ്ഞ് ഇതാക്കുന്നില്ല, കാരണം ഇതിനിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞറിവ് വെച്ചിട്ടാട്ടോ പറഞ്ഞതല്ലേ. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഞാനിത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ, ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ മാർക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഞാൻ ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി കാണാം.